നമസ്കാരം മനോജി. നമസ്കാരം ഹരി. ജിമ്മി കുറച്ച് നാളായിട്ട് എന്താണെന്നറിയില്ല നല്ല രീതിയിൽ രാജ്യവിരുദ്ധത പറയുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദി ചാനലിലേക്ക് വന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ജിമ്മി കുറച്ചധികം നാളുകളായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, പണ്ട് ഫോർത്തിൽ പോയതിന് ശേഷം പണിയില്ലാതെ കുറച്ച് നാൾ വീട്ടിലിരുന്നപ്പോൾ കൊണ്ടുപോയത് പിടിക്കപ്പെട്ടത് ചെന്ന് വീണത് ഈ ഭീകരവാദികളുടെ അല്ലെങ്കിൽ ഈ ജിഹാദികളുടെ ഇടയിലായിപ്പോയി. എന്തായാലും ഇദ്ദേഹത്തിന് എന്ത് തരം മാറ്റങ്ങളാണ് ശാരീരികമായോ മാനസികമായോ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നറിയില്ല. ജമാഅത്തെ ഇസ്ലാമി ആയതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ സംഭവിച്ചിരിക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ സംഭവിച്ചിരിക്കാവുന്നതിന് കൃത്യമായി നമുക്ക് സംശയിക്കാം. കാരണം അവരുടെയൊക്കെ മുൻകാല ചെയ്തികൾ ഈ രീതിയിലായതുകൊണ്ട് തന്നെ ജിമ്മിയെ എങ്ങനെയോ അവർ നല്ല രീതിയിൽ പരിവർത്തനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വാചകങ്ങളിൽ നിന്നും വരുന്നത് നല്ല ഒന്നാം തരം രാജ്യവിരുദ്ധത തന്നെയാണ്. എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിൽ ഈ പരിവർത്തനത്തിൻ്റെ കാര്യം പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെ സംശയിക്കാവുന്നൊരു തലത്തിലേക്കാണ് ജിമ്മി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ അവർ കൊണ്ടുപോയി വരുത്തിയോ, അതോ മാനസികമായിട്ടുള്ള പരിവർത്തനം കാശ് കൊടുത്തോ, അല്ലെങ്കിൽ അതിലും രൂക്ഷമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് വരുത്തിയോ എന്നുള്ളത് ജിമ്മിയോട് ചോദിച്ചാലേ വ്യക്തമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിലും ഉപരിയായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓർഗനൈസറിൻ്റെ ശ്രീ ഗണേഷ് രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം ജിമ്മിയെ വിളിച്ചത് ടെലി സെയിൽസ് ന്യൂസ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ്. അതായത് ന്യൂസ് വിൽക്കുവാൻ വേണ്ടി മീഡിയ വണ്ണിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എൻ്റെ ജോലിയാണ് ജിമ്മി ചെയ്യുന്നത്. ആ ജോലി മീഡിയ വണ്ണിലെ ദാവൂദിനേക്കാളും മറ്റേതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയെക്കാളും ആ ഒരു വിഭാഗത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന അവരുടെ ഒരു പ്രതിനിധിയെക്കാളും കൂടുതൽ ആവേശത്തോടു കൂടിയും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടിയും ഞാൻ ചെയ്യുന്നു എന്ന് കാണിക്കുവാനുള്ളൊരു ത്വരയാണോ ജിമ്മിയെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നറിയില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഏഷ്യാനെറ്റിലും മറ്റും ജോലി ചെയ്തിരുന്ന, ഫോർത്തിൽ പോയി ജോലിയില്ലാതെ കുറച്ചു കാലം വീട്ടിലിരുന്ന ജിമ്മി അല്ല മീഡിയ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്പോൾ നിറഞ്ഞാടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായ രാജ്യവിരുദ്ധതയുണ്ട്. ഒപ്പം നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിയോടെന്നുള്ളതിൽ ഉപരി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനത്തോടുള്ളൊരു ബഹുമാനക്കുറവുമുണ്ട്. നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ പ്രതിയുള്ളൊരു വെറുപ്പും ആ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ വനിതാ സംവരണ ബില്ലിൽ ഇവർക്ക് എന്താണ് ഇത്ര ചൊറിയാനുള്ളത് എന്ന് സത്യത്തിൽ മനസ്സിലാകുന്നതേയില്ല. അതായത് അതിൽ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡീലിമിറ്റേഷൻ എന്നത് സ്വാഭാവികമായ ഒരു ജനാധിപത്യ നീതിയാണ്. അതായത് എനിക്കെൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം പാർലമെൻറ്റിൽ വരേണ്ടത് എന്ന് ഒരാൾക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ അയാൾക്ക് അതിനുള്ള ചോയ്സ് വേണം. എത്ര പേരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്? കേരളത്തിലാണെങ്കിൽ ഏകദേശം 3.5 കോടി ആൾക്കാരുടെ അല്ലെങ്കിൽ 4 കോടി ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നത് 20 പേരാണ്. യു പിയിൽ ഇത് 26 കോടി ജനസംഖ്യയാണുള്ളത്. അവർക്ക് കേവലം 80 പേർ മാത്രമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഡിസ്പാരിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഡിസ്പാരിറ്റി ജനാധിപത്യപരമാണ് എന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇനി ഇവർ പറയുന്ന ചില ന്യായീകരണങ്ങളും ന്യായവാദങ്ങളുമുണ്ട്. അതായത് ജനസംഖ്യ വർധനവ് തടഞ്ഞ സംസ്ഥാനങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കുറച്ച് കൊടുക്കണമോ, അതാണോ ഇതിലെ നീതി എന്നതാണ്. ജനസംഖ്യ വർധനവ് ഉണ്ടാകുന്നത് പലയിടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ മലപ്പുറത്തുള്ള ജനസംഖ്യാ വർധനവ് ഇല്ല തിരുവനന്തപുരത്ത്. പത്തനംതിട്ടയിലുള്ളതുപോലെയല്ല മലപ്പുറത്തെ ജനസംഖ്യാ വർധന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കാസർഗോഡോ മറ്റ് ജില്ലകളിലോ ഉണ്ടാകുന്നത്. അപ്പോൾ മലപ്പുറത്ത് എന്തിനായിരിക്കും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു ഇന്നർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്, ഒരു ടെറിട്ടോറിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ നിയമസഭാ സീറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തിനേക്കാൾ കൂടുതൽ സീറ്റ് ഇവിടെ പത്തനംതിട്ടയിൽ വരേണ്ടതല്ലേ? എങ്ങനെയാണ് അത്തരത്തിലൊരു മാറ്റം സംഭവിച്ചത്? അപ്പോൾ മതപരമായിട്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ അതിനെ കാണേണ്ടത്, എന്തുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടില്ല?
അപ്പോൾ അവിടെ മാറ്റം വരുത്താം, ഇവിടെ മാറ്റം വരാൻ പറ്റില്ല. ഈ ഇരട്ട നീതി നിങ്ങൾ ആരെ കാണിക്കാനാണ് ഈ ഇരട്ട നീതി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ജനാധിപത്യത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുവാൻ യാതൊരു അധികാരവുമില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്നും ഈ തോക്കും കുഴലിലൊക്കെ നിർത്തിയിട്ടും അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ നടത്തിയിട്ടും മനുഷ്യരെ മതം മാറ്റിയെടുത്ത് മനം മാറ്റിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാമിക് ബ്രദർഹുഡിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, ആ സംഘടനയുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് വിടുപണിയും ചെയ്യുന്ന, എങ്ങനെ വേണോ മുട്ടിലെഴയുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾക്ക് പല രീതിയിലും ഉള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണോ പറയാൻ കഴിയും. പക്ഷേ ഇത് കേൾക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഇത് കേൾക്കുന്ന സാമാന്യമായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്, അല്ലെങ്കിൽ ദേശവിരുദ്ധമായ കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ അത് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ അത് ഇറാനെ സന്തോഷിപ്പിക്കാനായിരിക്കും. ഇങ്ങനെ ലോകനാശകമായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും പിന്തുണയ്ക്കുക എന്നതും രാജ്യത്തിനെ കടന്നാക്രമിക്കുക എന്നതുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജിമ്മിയെ പറഞ്ഞിട്ട് കാര്യമില്ല. പാവം ജിമ്മിക്ക് പുറകെയുള്ള വാലുകളെ മാത്രമേ ഇനി പറയാനുള്ളൂ. അവരെ ഈശ്വരൻ സംരക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. കാരണം ഈ രീതിയിൽ മറ്റുള്ള മനുഷ്യർ ജിമ്മിയെ മാത്രമല്ല ഇതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു സങ്കടം മാത്രമാണ് ഉള്ളത്. കാരണം ഈ രീതിയിലുള്ളൊരു സംസാരം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വെട്ടുകിളി കൂട്ടമെന്നോ എന്തെങ്കിലും എങ്ങനെ നിങ്ങൾ അവരെ അപമാനിച്ചാലും നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഈ രീതിയിലുള്ള വിടുവായത്തരം രാജ്യത്തിന് നേരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ കഷ്ടകാലത്തിന് ജിമ്മി ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കിട്ടുന്നത് ജിമ്മിക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സങ്കടം. എന്തായാലും ജിമ്മി മാത്രമല്ല, മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പൂട്ട് വീണതാണ്. ഇനി പൂട്ട് വീഴാൻ വലിയ താമസമൊന്നുമില്ല ഈ രീതിയിൽ ഭീകരവാദികളെ ന്യായീകരിച്ചാൽ. തീർച്ചയായിട്ടും ഹരി പറഞ്ഞതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ ഈ പറയുന്നല്ലോ, മതാടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനം മലപ്പുറത്തെ സംബന്ധിച്ച് ഇവർ മുന്നോട്ട് വയ്ക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ അത് പാടില്ല എന്നുള്ള രീതിയിൽ വാശി പിടിക്കുകയും ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിയന്ത്രിച്ചു എന്നുള്ള ഭാവത്തിൽ ഇവർ മുന്നിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നടപ്പാക്കപ്പെടുന്ന മലപ്പുറം വിഭജനം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്ന മലപ്പുറം വിഭജനം ഉൾപ്പെടെയുള്ള പദ്ധതികളെ മറച്ചു പിടിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇവരുടെ പല പ്രവർത്തനങ്ങൾക്കും ഒരു പുകമറ കൂടിയാണ് ഇവരുടെ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം. അതിപ്പോൾ ചാനലുകളാവട്ടെ മാസികകളാവട്ടെ ഇതെല്ലാം അതിനുള്ള പിണിയാളുകളായിട്ടോ ചട്ടുകങ്ങളായിട്ടോ അവർ വാടകയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുചോറ് വാരിക്കാൻ അവർ ഉപയോഗിക്കുന്ന കുട്ടിക്കുരങ്ങന്മാരാണ് ജിമ്മി ജെയിംസ്. ഇത്രയും കാലം മീഡിയ വണ്ണിനുണ്ടായിരുന്ന ഒരു അപാകത എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്ന്, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അപാകത എന്ന് പറയുന്നത് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ വിശദീകരിക്കുവാനും വിശകലനം ചെയ്യുവാനും വെള്ളപൂശുവാനും വന്നിരുന്നത് ഉസ്താദ് ദാവൂദും അംജത്തും ഷംഷേറും ഒക്കെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ജിമ്മിയെപ്പോലെ നല്ലൊരു ചട്ടുകത്തെ, വെള്ളി കെട്ടിയ ഒരു ചട്ടുകത്തെ അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് വാരിക്കാവുന്ന എത്ര ചുടുചോറ് അവർ വാരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൽ ജിമ്മിയുടെ ഭാഗം, വ്യക്തിപരമായിട്ടുള്ളൊരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ചാണകത്തലേൻ എന്ന നരേന്ദ്രമോദിയെ, നമ്മുടെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്യുക വഴി ജിമ്മി തുറന്നിട്ടിരിക്കുന്നത് തിരിച്ച് പന്നിത്തലേൻ എന്ന് ജിമ്മിയെ വിളിക്കുവാനുള്ളൊരു അവസരമാണ്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഇരുവഴിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു പാലമാണ്. അല്ലാതെ ശരിയാ നിയമം പോലെ അങ്ങോട്ട് മാത്രം ഇൻകമിങ് മാത്രം മതി, ഔട്ട് ഗോയിങ് ഇല്ല എന്നുള്ള രീതിയല്ല ജനാധിപത്യത്തിൽ. ജിമ്മിക്ക് ചാണകത്തലേൻ എന്നുള്ള പദപ്രയോഗം പാർലമെൻ്ററി ആണെങ്കിൽ പന്നിത്തലേൻ എന്നുള്ള പ്രയോഗം പാർലമെൻ്ററി ആകുന്നവർ അപ്പുറത്തുമുണ്ടെന്ന് മാത്രം ജിമ്മിയോട് വ്യക്തിപരമായിട്ട് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഈ വനിതാ ബില്ല് അവരെ അസ്വസ്ഥരാക്കുന്നതിലും ഡീലിമിറ്റേഷൻ അവരെ അസ്വസ്ഥരാക്കുന്നതിനും പിന്നിലുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, വനിതകൾക്ക് ഏതെങ്കിലും തരത്തിൽ പൊതുമണ്ഡലത്തിൽ പ്രാമുഖ്യം വരിക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാലത്തും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. കാരണം സ്ത്രീകൾ ഭരണത്തിലെത്തുന്ന രാജ്യം മുടിഞ്ഞു പോകുമെന്ന തത്വത്തിൽ വിശ്വസിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രസവ യന്ത്രങ്ങളാണ്, കൃഷിയിടങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന മതവാദ സംഘടനയെ സംബന്ധിച്ച് സ്ത്രീകൾ. അതിനപ്പുറത്തേക്ക് 33% സംവരണം, ഭരണത്തിൽ അധികാരത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുക എന്നുള്ളൊരു സ്വാതന്ത്ര്യം, എംപവർമെൻറ്റ്,
സ്ത്രീകൾക്ക് ലഭിക്കുക എന്നത് അവരുടെ നാശത്തിനുള്ള ഒരു വഴിയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാം, അവരുടെ ഈ ഒരു മതവാദ രാഷ്ട്രത്തിനുള്ള. രണ്ടാമത്തെ കാര്യം, ഡീലിമിറ്റേഷൻ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം വരുമ്പോൾ കേരളത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ മലപ്പുറത്തിൻ്റെ മതാടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയും 30 സീറ്റുകളാകുമ്പോൾ പ്രാതിനിധ്യം മറ്റ് മതവിഭാഗങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ ഇവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഈ ബില്ല് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നരേന്ദ്രമോദിയുടെ പരാജയമായിട്ട് കൂടി ഇതിനെ ആഘോഷിച്ച് ആനമയിലൊട്ടകവുമായി തെരുവിലിറങ്ങി നരേന്ദ്രമോദി 12 വർഷത്തിനുള്ളിൽ ആദ്യമായി പരാജയപ്പെട്ടിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ പതനം തുടങ്ങി എന്നുള്ളൊരു ആഘോഷം നീണ്ട കാലത്തേക്ക് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മെയ് 4-ാം തീയതി ഫലം വരുന്ന 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ പോലും തമിഴ്നാട്ടിലും ആസാമിലും എല്ലാം ഇതിൻ്റെ ഒരു പ്രതിഫലനം സൃഷ്ടിക്കാമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കെല്ലാം മേലെ വെള്ളം കോരിയൊഴിച്ചോ അല്ലെങ്കിൽ അതിനെ തച്ചുടച്ചുകൊണ്ടാണ് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം, ഇതിന് പിന്നിൽ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, നരേന്ദ്രമോദിയും അമിത്ഷായും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് 3/2 ഭൂരിപക്ഷം കിട്ടില്ല എന്നറിഞ്ഞിട്ട് കൂടി ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. ചിലരുടെ തനി നിറം ഭാരതീയരുടെ മുൻപിൽ തുറന്ന് കാണിക്കുവാൻ വേണ്ടി. അത് വ്യക്തമായി വനിതാ സംവരണത്തെ എതിർക്കുന്നത് ആരാണ്, ഡീലിമിറ്റേഷനെ എതിർക്കുന്നത് ആരാണ്, ഇത് എതിർക്കുന്നത് കൊണ്ട് കേരളത്തിനുൾപ്പെടെ ഏതാണ്ട് 6 നിയോജക മണ്ഡലങ്ങളാണ് ലോക്സഭാ തലത്തിൽ നഷ്ടപ്പെടുവാൻ പോകുന്നത്. 20 സീറ്റുകൾ ഇപ്പോൾ ഉള്ളത് 14ആയി ചുരുങ്ങുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് 30 സീറ്റുകൾ കിട്ടേണ്ടിയിരുന്നിടത്ത് നിന്ന് 20-ൽ നിന്ന് 6 പോയി 14 ആകുവാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് CPIM-ഉം കോൺഗ്രസും അവർക്ക് പിന്നിലുള്ള ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDPI ആണെങ്കിലും ഇവരൊക്കെ ചേർന്നാണെന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വിജയത്തിൻ്റെ ഒരു അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് ജിമ്മിയിലൂടെ ജമാഅത്തെ ഇസ്ലാമി കാണിച്ചത്. ആ പ്രതിഫലനം കുറച്ചുകൂടി ഈ പറയുന്നത് പോലെ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് പോലെ പ്രയോഗം അൺപാർലമെൻ്ററി ആണെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ, ജിമ്മിക്ക് അത് കൃത്യമായിട്ട് യോജിക്കും. പുരപ്പുറം ജിമ്മി തൂത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ചാണകത്തലയൻ എന്നുള്ള വിളിയിലൂടെ വോട്ട് ഇലക്ഷൻ തന്നെ നിരോധിക്കുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ടായി എന്ന പറച്ചിലൂടെ ജിമ്മി പ്രകടിപ്പിച്ചത്. നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതിൽ ജിമ്മിക്ക് സത്യമായിട്ടും ഒരു ആശങ്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് തെറ്റായോ ശരിയായോ ഒരു ധാരണ ജിമ്മിക്കുണ്ടായിരിക്കാം. ജിമ്മിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കള്ളനോട്ടാണോ എന്നുള്ള സംശയം ജിമ്മിക്കുണ്ടായേക്കാം. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഈ നോട്ട് നിരോധനം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ജിമ്മിയെ പോലുള്ളവരുടെ വയറ്റിപ്പഴപ്പ് മുട്ടിപ്പോവും. ആ ഒരു ആശങ്ക ജിമ്മിയുടെ ഉള്ളിൽ വെള്ളടിയായിട്ട് വെട്ടിയതിന് ഞാൻ കുറ്റം പറയില്ല. ന്യായമായ സ്വാഭാവികമായ ഒരു ആശങ്കയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചൊരു സംശയം പോലും, അത്തരത്തിലൊരു സംശയം പോലും ന്യായമായിട്ടുള്ളൊരു സംശയമാണെന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതെ അതെ, ന്യായമായും അത്തരത്തിലുള്ളൊരു കാര്യം സംശയിക്കാവുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഈ 1.25 ചാനലിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളെ നമുക്ക് സംസാരിക്കുവാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും സംസാരിക്കാൻ പറ്റില്ല. കാരണം ദാവൂദിനെ കാൽ തൊട്ട് വന്ദിച്ചു മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ. ദക്ഷിണ വെച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ മുസ്ലിം ലീഗിലൊക്കെ ചില ആൾക്കാരെ ഈ ഞെരളത്ത് ഹരിഗോവിന്ദന്മാരെ പിടിച്ചിരുത്തുന്നത് പോലെ ഒരു ബിംബത്തെ, ഒരു ബിംബിനെ അവിടെ പിടിച്ചിരുത്തുക, ഒരു പ്രതിമ പോലെ എന്തെങ്കിലും അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആഹാരത്തിനനുസരിച്ച് അവരുടെ അടുത്ത് നന്ദി കാണിക്കുന്ന ചിലതായിട്ട് അവിടെ ജിമ്മിക്ക് പ്രസക്തിയുള്ളൂ. അല്ലാതെ അതിന് മുകളിൽ ഒരു പ്രസക്തിയുമില്ല. ഇനി ബംഗാളിനെ കുറിച്ച് ദാവൂദ് പറയുകയാണ്, ബംഗാളിൽ മമതയ്ക്ക് വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മമത ഒന്ന് കുത്തും, മാന്തും, വേണമെങ്കിൽ ഒന്ന് ചൊറിയും, തുപ്പും എന്നൊക്കെ ദാവൂദ് പറഞ്ഞാൽ അത് തന്നെ യജമാനെ അതുപോലെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലൊന്ന് തലയാട്ടി കാണിക്കാനേ ജിമ്മിക്ക് പറ്റുള്ളൂ. അല്ലാതെ അതിനപ്പുറം മറ്റൊന്നും ജിമ്മിക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. കാരണം സ്വന്തം ഐഡൻറ്റിറ്റി എങ്ങനെയും പറയും. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്ന പഴയ പഴമൊഴി പോലെ ഇപ്പോൾ അത് പുതുമൊഴിയാക്കിക്കൊണ്ടും എല്ലാ കാലത്തും അലങ്കാരമാക്കിക്കൊണ്ടും വെച്ച് നടക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ജിമ്മിയെ പോലുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. അതിൽ പ്രത്യേകിച്ചൊരു വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഈ ജിമ്മിയെ പോലെ തന്നെ വേറൊരു ആളുണ്ടായിരുന്നു ഈ 4th തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അറിയില്ല ഒരു വ്യക്തി. അപ്പം ചാനലിലൊക്കെ ഇരുന്നതാണ്, മര്യാദയ്ക്ക് ഇരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു
എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് മാത്രമേ അറിയാൻ നിവൃത്തിയുള്ളൂ. അല്ലാതെ ഭേദപ്പെട്ട ഒരിടത്തേക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ രീതിയിൽ ജിമ്മി ഇങ്ങനെ അലസമായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്താണ് ജിമ്മിക്ക് വിളിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ എവിടെന്നെങ്കിലും അഡോപ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാറുണ്ടല്ലോ നമുക്ക് ആരെങ്കിലുമൊക്കെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജീവികളെ നമുക്ക് പല ജീവികളെയും നമുക്ക് അഡോപ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അത്തരത്തിൽ അഡോപ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് വരുന്ന ജീവികൾക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരോട് ഒരു നന്ദി ഉണ്ടാവും. അങ്ങനെ ഒരു നന്ദി പ്രകടനം പോലെ, അതുപോലെ ഒരു നന്ദി പ്രകടനമാണ് ജിമ്മി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ മറ്റു തരത്തിലുള്ളതായിട്ടുള്ള ഒരു കാര്യവും ജിമ്മിയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അവർ പറയുന്നത് ദേശവിരുദ്ധതയാണെങ്കിൽ ആ ദേശവിരുദ്ധത ഏറ്റുപറയും. അവർ മുകളിലോട്ട് ഈ തൊപ്പിയെടുത്ത് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ആ മുകളിലത്തെ തൊപ്പി താഴേക്കും വലിച്ചെറിയും. അങ്ങനെ ഉള്ള ഒരു ആദാന പ്രധാന പ്രക്രിയ മാത്രമേ ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഒന്നും ജിമ്മിക്കെന്നല്ല അവിടെ ആർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമില്ല, മറ്റൊന്നുമില്ല. ഇനി ഈ അറക്കാൻ വെച്ചിരിക്കുന്ന പോത്ത് എന്നതുപോലെ മീഡിയ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യവിരുദ്ധത അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, ഒരിക്കൽ ഒരു പൂട്ട് എന്നേക്കുമായി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ കാലത്തും ഇത് വകവെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്ദാനമൊന്നും കിട്ടിയ ഭൂമിയല്ല, വാക്തത്വ ഭൂമിയുമല്ല ഇത് ഭാരതമാണ്. ഭാരതത്തിൻ്റെതായ നിയമ സംവിധാനങ്ങളുണ്ട്. ഈ നിയമ സംവിധാനങ്ങൾക്കകത്ത് വച്ച് ജീവിക്കാമെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി. അല്ലാതെ വേറെന്തെങ്കിലും നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് എങ്കിൽ, അതാണ് ജനാധിപത്യമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമങ്ങളുണ്ടാവും, അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അത് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് സംസ്ഥാന ദ്രോഹിയാണെങ്കിലും കുഴപ്പമില്ല, ഈ പിണറായി ദാസന്മാരുടെ എതിർപ്പ് നേടിയെടുത്തെങ്കിലും കുഴപ്പമില്ല, അവരിനി എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് രാജ്യവിരുദ്ധതയാണെന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഞാനുമൊക്കെ വളരെ പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജിമ്മിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളിൽ അത്തരം യാതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു വാതിൽ ജിമ്മി തന്നെ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചാണകത്തലയൻ എന്നുള്ളൊരു പ്രയോഗത്തിലൂടെ ഹരി പറഞ്ഞതുപോലെ എവിടെന്നെങ്കിലും ദത്തെടുത്ത് കൊണ്ടുവന്ന ഒരു ജീവിയുടെ രീതി കാണിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ആ പശ്ചാത്തലത്തിൽ തന്നെ ജിമ്മിയുടെ പേര് പോലും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ആൾക്കാർ. അത് തന്നെ വിശദീകരിച്ച് വിശകലനം ചെയ്തത്. കാരണം അമേരിക്കൻ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ജെയിംസ് എന്നതിൻ്റെ ചുരുക്കമായിട്ടാണ് ജിമ്മി എന്നുള്ള പേര് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജെയിംസ് എന്നായതുകൊണ്ട് ജിമ്മി ജെയിംസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ജിമ്മി എന്നുള്ളത് വളരെ നന്ദിയുള്ള നായ്ക്കൾക്കിടുന്ന ഒരു പേര് കൂടിയാണ്, വളരെ പ്രചാരത്തിലുള്ള ഒരു പേര് കൂടിയാണ്. ആ നന്ദി ജിമ്മി മീഡിയ വണ്ണിൽ കാണിക്കുന്നു എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പ്രതി ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ശരികേടും ഞാൻ കാണുന്നില്ല. കാരണം അതിനുള്ള കാരണം കാണിച്ചു കൊടുത്തത് കവാലം കൊണ്ട് വെച്ചു കൊടുക്കുക മാത്രമല്ല, കവാലം കൊണ്ട് വെച്ചു കൊടുത്തിട്ട് അടിക്കാൻ നിർബന്ധിച്ചിട്ട് അടിക്കാത്തവനെ അവൻ്റെ തന്തയ്ക്ക് വിളിച്ച് അടിപ്പിച്ചു എന്നുള്ളൊരു അവസ്ഥയിൽ ആ വാതിൽ തുറന്നു കൊടുത്തത് ജിമ്മി തന്നെയാണ്. അതുകൊണ്ട് അർഹതപ്പെട്ട വിമർശനങ്ങൾ തന്നെയാണ് ജിമ്മി ഏറ്റുവാങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഹരി പറഞ്ഞത് വളരെ കൃത്യമായ നിരീക്ഷണം തന്നെയാണ്. കാരണം രാജ്യവിരുദ്ധമായിട്ടുള്ള മതപരമായിട്ടുള്ള മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കണമെന്നുള്ള അന്ത്യലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആ സംഘടനയ്ക്ക്, അവരുടെ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതിൻ്റെ പേരിൽ നിരാശയും അമർഷവും ഒക്കെ രാജ്യസ്നേഹികൾക്കുണ്ടായിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. പക്ഷേ അവരോട് ഞാൻ ദുരന്തറിലെ ഒരു ഡയലോഗ് മലയാളത്തിലാക്കി പറയുകയാണ്. കാലത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് അത് മാറും എന്നുള്ളതാണ്. ആ മാറ്റം വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ ഇക്കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. അടിക്കുമ്പോൾ പത്തിക്ക് തന്നെ അടിക്കണമെന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് സുപ്രീം കോടതിയിൽ അവർ ഇത്തരത്തിൽ ലൈസൻസ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ യാതൊരു തരത്തിലും ചലഞ്ച് ചെയ്യാതെ ആ ലൈസൻസ് തിരിച്ചു കൊടുത്തത്. അതല്ലെങ്കിൽ മീഡിയ വൺ പോലുള്ളൊരു ചാനലിനെ പൂട്ടിക്കെട്ടുവാനായിട്ട് സെക്കൻഡുകൾ മാത്രം മതി കേന്ദ്ര സർക്കാരിന് ചില കാര്യങ്ങൾ വിട്ടുപിടിച്ച് ഇത് ചെയ്യും, കളിക്കും. അതെന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്നുള്ളത് ഒരു 5 വർഷം കഴിയുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണമായിട്ട് 2 കാര്യങ്ങൾ പറയാം. ഈ ഏറ്റവും അടുത്തുണ്ടായത് ഇവർക്ക് ഈ അസ്വസ്ഥത ഉണ്ടാക്കിയ ബില്ലിൻ്റെ അവതരണം, അതെന്തിനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തത് എന്നുള്ളത് നരേന്ദ്രമോദിയുടെ 8 മണിക്കുള്ള ബില്ലെല്ലാം പരാജയപ്പെട്ട് 8 മണിക്കുള്ള രാജ്യത്തിൽ അഭിസംബോധനയുള്ള പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. കുറച്ചുകൂടി മുന്നോട്ടൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ PDP പോലുള്ളൊരു രാജ്യവിരുദ്ധ രാഷ്ട്രീയ കക്ഷിയുമായിട്ടും BJP എന്തിന് സഖ്യമുണ്ടാക്കി ജമ്മു ആൻഡ് കാശ്മീരിൽ? ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കി കഴിഞ്ഞപ്പോഴാണ് എന്തിനായിരുന്നു ആ സഖ്യം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. ആ ഒരു
തിരിച്ചറിവുണ്ടാകുന്ന സമയത്തേക്ക് കാലം മാറിയിരിക്കും. കാലത്തിൻ്റെ മനോഹാരിത നമുക്ക് ബോധ്യപ്പെടുകയും അവർക്ക് അതിൻ്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുവരെ അവർ ഈ രാജ്യവിരുദ്ധ പ്രസ്താവനകളും ഒക്കെയായിട്ട്, കാരണം ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും ഇത് ചെയ്യുമ്പോൾ അതിനുള്ള നിയമപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അവരുടെ ധൈര്യം കൂടിക്കൂടി വന്ന് അവസാനം ഒരു പരിധി കഴിയുമ്പോൾ അവരെല്ലാ പരിധികളും ലംഘിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം പകൽ വെളിച്ചത്തിൽ തന്നെ ചെയ്യും. അതോടുകൂടി ഒടുക്കത്തെ പൂട്ട് വീഴുകയും ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. എന്തായാലും അന്ത്യത്തിലേക്കുള്ള യാത്ര അതിവേഗത്തിലാകട്ടെ എന്നുള്ള ആശംസ മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും നൽകുന്നു. ജിമ്മി ജെയിംസിനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സഹതാപം മാത്രം. താങ്കൾക്ക് കിട്ടാനുള്ള ബിസ്ക്കറ്റിന് വേണ്ടി താങ്കൾ കുരയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് താങ്കൾക്കേ മനസ്സിലാവുകയുള്ളൂ. ഞങ്ങൾക്കാർക്കും അത് മനസ്സിലാവുകയില്ല. അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലൂടെ ഞങ്ങൾ ഒരിക്കലും കടന്നു പോവുകയുമില്ല. പോകാതിരിക്കട്ടെ, അതിനുള്ള ഒരു സാഹചര്യം സർവേശ്വരൻ വരുത്താതിരിക്കട്ടെ എന്ന്, ഞങ്ങൾക്ക് വരുത്താതിരിക്കട്ടെ. താങ്കൾക്ക് എന്തായാലും വന്നു കഴിഞ്ഞു. താങ്കളുടെ കാര്യത്തിൽ ഒരു സഹതാപം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ജിമ്മി കുരയ്ക്കൽ തുടർന്നോളുക. ബിസ്ക്കറ്റുകൾ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ എന്തൊക്കെ നെയ് മുക്കിയാണ് തരുന്നതെന്നുള്ളത് ദാവൂദ് സാഹിബിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളും ദാവൂദ് സാഹിബും തമ്മിലുള്ള ഇടപാട്. എന്തായാലും ജിമ്മിക്കും ആശംസകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുകൾക്കും ആശംസകൾ. ഓക്കെ, നമസ്കാരം ഹരി. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.